ഹലോ ഗൈസ്, വെൽക്കം ടു അവർ വീഡിയോ. രാവിലെ എണീറ്റ് റീലൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫുള്ള് കൊല്ലം ജില്ലയിലെ മാമ്പഴത്തറനെ പറ്റിയാണ് കാണാറുള്ളത്. രാവിലെ നല്ലൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു മൂഡ് തോന്നി. പിന്നെ കൊല്ലത്ത് താമസിച്ചിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് പോയി പിന്നെ കൊല്ലംകാരനാകുമ്പോൾ എന്ത് കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം മാമ്പഴത്തറയിലേക്ക് എന്നെങ്ങനെയാണെന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ കാട്ടിനകത്ത യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്നത് മാമ്പഴത്തറയിലേക്ക് ഇങ്ങനത്തെ കുറച്ച് വീടുകളിലോട് വ്യൂകളിലാണ്. അടുത്തടുത്ത് കുറേ വീടുകളും പഴയ ഒരു ടച്ച് വരുന്ന നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള ടച്ച് വരുന്ന രീതിയിലുള്ള വീടുകളെല്ലാം ഉള്ളൊരു രീതിയിലാണ് നമ്മൾ മാമ്പഴത്തിലേക്ക് സ്വീകരിക്കുന്നത്. നല്ലൊരു ഇതാണ്. ആൾക്കാർ ചോദിക്കുമ്പോൾ നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. എല്ലാവർക്കും നല്ല കാര്യമൊക്കെയാണ്. അവിടുന്ന് പിന്നെയും കയറുമ്പം ഇതിൻ്റെ ഒരു യാത്രയിലൊരു 60 പെർസെൻറ്റോളം ഫുള്ള് കാടുമൊക്കെ കേട്ടോ. അപ്പം വരുന്നവരതനുസരിച്ച് നല്ല നല്ല വണ്ടികളൊക്കെ ഇട്ട് വരിക, ഞങ്ങളെപ്പോലെ അബദ്ധം പറ്റാണ്ട് വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് പൈനാപ്പിൾ തോട്ടങ്ങൾ അതെല്ലാം വരിക. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു എന്താ പറയുക, കറക്റ്റൊരു മൂന്നാറിലൊക്കെ പോകുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അത് തന്നെ കൊല്ലത്തിന് മൂന്നാറെന്ന് പറയുന്നത് കൊണ്ട് ഇങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. അത്യാവശ്യം നല്ലൊരു രീതി തന്നെയാണ്. നമ്മളിന്ന് രാവിലെ നല്ലൊരു മഴ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വന്നത്. അതുകൊണ്ട് പ്രകൃതി നമ്മുടെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതിമനോഹരമായൊരു വ്യൂ ആയിരുന്നു. നല്ല തണുപ്പും കാറ്റും നല്ല ശാന്തതയാണ് കേട്ടോ. മറ്റ് സൗണ്ടുകളോ ആൾക്കാരോ അധികമൊന്നുമില്ല. എല്ലാം നല്ല ശാന്തമായിട്ടൊരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു. ആൾക്കാർ വന്ന് ഇനിയും പ്രകൃതിയെ നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ വരുന്നവരെല്ലാം അത് സൂക്ഷിക്കാൻ നോക്കുക. എന്നിങ്ങനെ തന്നെ പ്രകൃതിയെ കാത്ത് സൂക്ഷിക്കുക. പോകുന്നതിൽ ഒരു 90% കാട്ടുവഴികളാണ്, കാടുകൾ മാത്രമാണ്. കുറച്ച് വ്യൂസ് ഉണ്ട്. അവിടെ ഉള്ള വ്യൂസ് അതിമനോഹരമാണ് കേട്ടോ. മനസ്സിനെ അതിമനോഹരമായി തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള വ്യൂസാണ്. ഇപ്പം ഈ കാണുന്നതാണ് മാമ്പഴത്തറയിലെ മെയിൻ വ്യൂ പോയിൻ്റ് അല്ലേ. എന്താണെന്ന് നോക്കൂ, നിങ്ങൾ തന്നെ കണ്ടിട്ട് വരൂ. അപ്പോൾ ഇത്രയും ദൂരം വന്നതിൽ കൊണ്ട് പ്രകൃതി നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. വളരെ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇത്. നമ്മൾ ഉച്ച 12 മണിക്കാണ് നമ്മൾ മാമ്പഴത്തറ വ്യൂ പോയിൻ്റ് കറക്റ്റ് എത്തിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ ഒരു സമയത്തെ വ്യൂ ആണ്. അത്യാവശ്യം അധികം കോടകളും നമ്മൾ നോക്കുന്ന ദൂരോട്ട് നോക്കുമ്പോൾ ഓരോ മരങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നത് കാണാനും ആ ഒരു കാറ്റത്ത് അതങ്ങനെ മാറിപ്പോകുന്നത് കാണാനും അടിപൊളിയാണ്. ആട്ടിടനായിട്ട് ഇപ്പോൾ കാട്ടി വന്നിട്ട് ഇതിനെ നയിക്കേണ്ട അവസ്ഥയാണല്ലോ.